Hi, good morning all. Today we are going to discuss about the free consent. It's a part 3. In the part 1 we learn about the undue influence and coercions. In the part 2 we learn about the fraud. Today we are going to discuss about the misrepresentations. Okay, misrepresentation. Okay, before we are going for the misrepresentation, let's talk about the representations. Representation means a statement or assertion made by one party to other party either before the time or at the time of the contracts regarding some matters related to the contract. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് നടക്കാൻ പോകുന്നതിന് മുന്നെയോ അതല്ലെങ്കിൽ അത് നടക്കുന്ന സമയത്തോ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് നൽകുന്ന പ്രസ്താവനയിൽ പറയുന്ന പേരാണ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ റെപ്രസെൻറ്റേഷൻ മീൻസ് ആ കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാവും, അതല്ലെങ്കിൽ കോൺട്രാക്റ്റിലെ എഗ്രിമെൻറ്റുകളെ പറ്റിയിട്ടുള്ള റെപ്രസെൻറ്റേഷനാവും. സോ പ്രസ്താവനകളാവും. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീട് വിൽക്കാൻ പോകുന്ന സമയത്ത് ആ വീടിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ അതൊരു റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. ആ വീടിൻ്റെ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരു പ്രസ്താവനയായിട്ട് കണക്കാക്കാം. എ മിസ്റെപ്രസെൻറ്റേഷൻ മീൻസ് when the statement or assertion getting wrong or it's untruth. The person who make the statement or assertion, he believe that these are true, but in fact those all are wrong. അങ്ങനെയാകുമ്പോഴാണ് അത് മിസ്റെപ്രസെൻറ്റേഷൻ ആയിട്ട് കണക്കാക്കുക. അതായത് നമ്മൾ ഒരു പ്രസ്താവന ഉണ്ടാക്കുമ്പോൾ അതെന്ത് ചെയ്ത് ശരിയാണ് വെക്കും, പക്ഷെ അത് ശരിക്കും എന്താണ് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പറയാം? മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. So he believe it's true, but in fact it is not true. So misrepresentation means a false representation of fact made honestly or non-disclosure of material facts without any intention to deceive the other party. മറ്റൊരാളെ കബളിപ്പിക്കണം എന്ന് വെച്ചിട്ടല്ല അങ്ങനെ ഒരു മിസ്റെപ്രസെൻറ്റേഷൻസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മറ്റൊരാളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരിക്കലും മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, അതിനെ ഫ്രോഡ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. The definition of misrepresentation, section 18 define that misrepresentation means includes positive assertion in a manner not warranted by the information of the person making it of that which is not true although he believe it's true. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം വിചാരിക്കുന്നത് അത് ശരിയാണെന്ന്, പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, ശരിയല്ല. അപ്പോൾ അതിനെന്ത് പറയും? നമ്മൾ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. എനി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി വിച്ച് വിത്തൗട്ട് എനി ഇൻറ്റൻറ്റ് ടു ഡിസീവ് ഗെയിൻ an advantage to a person committing it or anyone claiming under him by misleading others to his prejudice or to the prejudice of anyone claimed under him. So the breach of duty means when a person committing a breach of duty without any intention to deceive the other party and thereby gaining something while the other party have to lose. So this term will be known as misrepresentation. അപ്പോൾ നമ്മൾ ഇത്ര ചെയ്യുന്നുള്ളൂ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്തു? ഒരു ചെറുതായിട്ട് ബ്രീച്ച് ചെയ്തു, പക്ഷെ ഒരിക്കലും ആ ബ്രീച്ച് നമ്മൾ മറ്റൊരാളെ ചതിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു, പക്ഷെ നമുക്ക് കുറച്ച് നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതെന്ത് പറയും? മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. Innocently a party to agreement to making a mistake as to the substance of the things which is the subject of the agreement. അപ്പോൾ എഗ്രിമെൻറ്റിലെ സബ്ജക്റ്റ്, അതായത് സബ്ജക്റ്റ് മീൻസ് നമ്മൾ കാർ സെയിൽസിൻ്റെ ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ അതിലെ സബ്ജക്റ്റ് കാറാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി മാറ്റേഴ്സ്, അതിൻ്റെ നാച്ചുറലെല്ലാം മാറ്റം വരുത്തിയിട്ട് ഗെയിൻ നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തായിട്ട് കണക്കാക്കും? മിസ്റെപ്രസെൻറ്റേഷനായിട്ട് കണക്കാക്കും. പാർട്ടി ടു എഗ്രിമെൻറ്റ് ഇൻഡ്യൂസ് അതർ പാർട്ടി ഓൾദോ ഇന്നസെൻ്റ്ലി ടു കമ്മിറ്റിംഗ് എ മിസ്റ്റേക്ക് ആസ് ദി നേച്ചർ ഓഫ് ഓർ ക്വാളിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. കോൺട്രാക്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു കള്ളം പറയുന്നതിനാണ് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. ഇപ്പോൾ എൻ്റെ കാറ് വാങ്ങാൻ വേണ്ടി വരുന്ന ഒരാളോട് ഞാൻ ആ കാറിനെ പറ്റിയിട്ട് സ്പെസിഫിക്കേഷൻസ് പറയുന്ന സമയത്ത് നല്ല മൈലേജാണ്, വണ്ടി ഇതുവരെ വഴി കടന്നിട്ടില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ, അതുപോലെ തന്നെ വണ്ടിക്ക് നല്ല എൻജിനാണ്, എൻജിൻ കംപ്ലൈൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല, അതൊക്കെ ഒരു ഫേക്ക് അല്ലെങ്കിൽ ഫാൾട്ടായിട്ടുള്ളൊരു മിസ്റെപ്രസെൻറ്റേഷൻസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനെന്ത് പറയും? ഗിൽറ്റി ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ
പറയും. എലമെൻറ്റ്സ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ. ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു ഡിസീവ് ദി അതർ പാർട്ടി. മറ്റൊരാളെ ചതിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാവാൻ പാടില്ല മിസ്റെപ്രസെൻറ്റേഷൻ. ദി റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി എ ഫാക്ട് മെറ്റീരിയൽ ഓഫ് കോൺട്രാക്റ്റ്. ദെൻ ദി റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി അൺട്രൂ. അൺട്രൂ ആയാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ദി റെപ്രസെൻറ്റേഷൻ must be made with a view of inducing the other party to enter into contract. മറ്റൊരാളെ ഒരു കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ദെൻ എഫക്ട്സ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ. ഒബ്വിയസ്ലി ഒരു മിസ്റെപ്രസെൻറ്റേഷൻ ഉള്ളൊരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അതൊരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. അഗ്രീഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യാം വെദർ ഹി വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് ദി കോൺട്രാക്ട് ഓർ റിസീഡ് ദി കോൺട്രാക്ട്. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ദി മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫ്രോഡ്. അപ്പോൾ ഫസ്റ്റ് ഒരു കേസാണ് ഇൻറ്റൻഷൻ ടു ഡിസീവ്. അപ്പോൾ ദർ ഇസ് നോ ഇൻറ്റൻഷൻ ടു ഡിസീവ് ആണ് നമ്മൾ മിസ്റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ അതർ പാർട്ടിനെ ചതിക്കണം എന്നൊരു വിചാരം എന്തുണ്ടാകാൻ പാടില്ല, മിസ്റെപ്രസെൻറ്റേഷനിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഫ്രോഡിൽ എങ്ങനെയാണ്, മറ്റൊരാളെ ചതിച്ചിട്ട് ആ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഫ്രോഡിൽ നോക്കുന്നത്. മേക്കിംഗ് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ് ബിലീവിങ് ഇറ്റ്സ് ട്രൂ. അതായത് മിസ്റെപ്രസെൻറ്റേഷനിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണ് അതല്ലെങ്കിൽ ശരിയാണ് വെച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ഇൻഫാക്ട് ഫ്രോഡാണെങ്കിൽ മേക്കിംഗ് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഡസൻറ്റ് ബിലീവ് ഇറ്റ്സ് ടു ബി ട്രൂ. ശരിയല്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതിനാണ് ഫ്രോഡായിട്ട് കണക്കാക്കുന്നത്. ദെൻ അഗ്രീഡ് പാർട്ടി കനോട്ട് ക്ലെയിം ദി ഡാമേജ് ബട്ട് ക്യാൻ ബി റിസൈഡ് ദി കോൺട്രാക്ട്. ഒരിക്കലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷനിൽ ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്താ ചെയ്യാം, ആ കോൺട്രാക്റ്റിൽ നിന്ന് റിസീഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആദ്യം ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കേണ്ട ഒരു കടമുണ്ട്. അപ്പോൾ അതാണ് ഡ്യൂട്ടി ഓഫ് പാർട്ടീസിൽ പറയുന്നത്. സോ ഒരു ഫ്രോഡാണെങ്കിൽ ദ അഗ്രീഡ് പാർട്ടി ക്യാൻ ക്ലെയിം ദി ഡാമേജ് ആൻഡ് ഓൾസോ റിസീവ് ദി കോൺട്രാക്റ്റ്. ഒന്നെങ്കിൽ എന്താ ചെയ്യാം, ഡാമേജിന് വേണ്ടി ക്ലെയിം ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് പോകാനും പറ്റും. അപ്പോൾ ഫ്രോഡാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഗ്രീഡ് പാർട്ടിക്ക് ഡാമേജിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യാൻ അവകാശമുണ്ട്. ദെൻ വിത്തൗട്ട് നോളജ് ഓഫ് ഫാക്ട്. അപ്പോൾ സത്യം ശരിക്കും എന്താണെന്ന് അറിഞ്ഞിട്ടല്ല നമ്മൾ മിസ്റെപ്രസെൻറ്റേഷനിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത്. ഫ്രോഡാണെങ്കിൽ ദേ ഹാവ് ഫുൾ നോളജ് അബൌട്ട് ദി ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ഒരു കാര്യത്തെപ്പറ്റി എല്ലാ ശരിക്കുള്ള നോളജ് ഉണ്ടായിട്ട് പോലും അത് തെറ്റായിട്ട് അവരെന്ത് ചെയ്യാണ്, നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഫ്രോഡ് എന്ന് പറയുന്നത്.